ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ ലേറ്റായിട്ട് തന്നെ എണീറ്റേ. എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങൾ ഇത്ര ലേറ്റായിട്ടൊക്കെ തന്നെ എണീക്കാറുള്ളത്. വീക്കിലി 6 ദിവസവും ഡ്യൂട്ടി ഉണ്ട്. മോർണിംഗ് 7:30 ടു ഈവനിങ് 4:30. ഒരു 6:30 എണീറ്റാലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഒരു 7:15 ആകുമ്പോഴത്തേക്ക് ചെക്ക് ഓഫീസിലേക്ക് ഇറങ്ങാൻ പറ്റും. 7:30 ആകുമ്പോഴത്തേനും എനിക്കും ഡ്യൂട്ടിക്ക് കയറണം. ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അതുകൊണ്ട് ഫ്രൈഡേ ഉറക്കം തെളിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവുന്നവരെ കിടക്കും. എണീറ്റ് ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം. പിന്നെ നെക്സ്റ്റ് പരിപാടി വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടലാണ്. നല്ല ഫ്രഷ് എയർ ആൻഡ് വെളിച്ചമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടാൾ രണ്ട് ധ്രുവത്തിലാണ് കേട്ടോ. ഇച്ചായ്ക്ക് ഇതൊക്കെ ക്ലോസ് ചെയ്തിടുന്ന ഇഷ്ടം. റൂമിൽ കാര്യമായിട്ട് വെളിച്ചമോ കാറ്റോ ഒന്നും ആർക്കത്ര ഇഷ്ടമല്ല. അതും പറഞ്ഞ് ഞങ്ങൾ അടി കൂടാറുമുണ്ട്. ഞാൻ കേർട്ടൻസൊക്കെ ഓപ്പൺ ചെയ്ത് വിൻഡോയും ഓപ്പൺ ചെയ്തിടും. തക്കം കിട്ടി വെച്ചാൽ അതൊക്കെ ക്ലോസ് ചെയ്തിടും. അതങ്ങനെ തന്നെ. ഫ്രൈഡേയ്സ് മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്തിരി സ്ലോ മോർണിംഗ്സൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. വർക്കിംഗ് ഡേയിൽ മോർണിംഗൊക്കെ ഒരു ചെറുപ്പമൊക്കെ ആയിരിക്കും. ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ എല്ലാം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടും. ബ്രഷിങ്, സ്കിൻ കെയർ, ഗെറ്റിംഗ് റെഡി ഒക്കെ ഒരു ഹറി പറയായിരിക്കും. എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയാൽ പിന്നത്തെ പരിപാടി ഒരു ചായ ഇടലാണ്. ഇത് ഫ്രൈഡേയ്സ് മാത്രമുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ. ബാക്കി ദിവസങ്ങളിലൊന്നും ഞങ്ങൾ മോർണിംഗ് ചായ വെക്കാറില്ല. ഞങ്ങൾ രണ്ടാളും ചായ നിർബന്ധമുള്ളവരല്ല. ആക്ച്വലി കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ചായ കുടിച്ചിട്ടുള്ള ഒരാളേ അല്ല. കാര്യം എൻ്റെ വീട്ടിൽ 2 നേരം ചായ മസ്റ്റാണ് എല്ലാവർക്കും. അവർ കുടിക്കുമ്പം എനിക്കും ചായ എടുക്കാറും ഉണ്ടായിരുന്നു. ഞാനത് അവിടെ ഇവിടെയൊക്കെ വെച്ച് തണുപ്പിച്ച് പാടയൊക്കെ കെട്ടി ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കളയും. അതിന് ഞാൻ കുറേ ചീത്തയും കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എല്ലാവരും വലിയ കപ്പിൽ കടുപ്പത്തിൽ ചായ കുടിക്കുന്നവരാ. ഉച്ചയ്ക്ക് വലിയ കപ്പിൽ നല്ല കടുപ്പത്തിൽ ചായ കുടിക്കാനാണ് ഇഷ്ടം. ബട്ട് അതെന്നും 2 നേരമൊന്നും വേണമെന്നില്ല, കുടിക്കാൻ തോന്നുമ്പോൾ മാത്രം. ഇപ്പം ഞാനും ഒരു ചെറിയ ചായ ഫാനൊക്കെ ആയി വരുന്നുണ്ട്. ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പും പട്ടയും ഒക്കെ ഇട്ട് മസാല ചായയാണ് എനിക്ക് കുടിക്കാൻ കൂടുതലിഷ്ടം. അത്യാവശ്യം നല്ല കടുപ്പത്തിൽ. പണ്ടെന്നെ അനീത്തിയും പപ്പയും കടുപ്പത്തിൽ ചായ കുടിക്കുന്നതിന് ഞാൻ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം മമ്മി അനീത്തിമാരൊക്കെ അതും പറഞ്ഞ് എന്നെ കളിയാക്കാറുമുണ്ട്. ഡ്യൂട്ടിയൊക്കെ ചെയ്ത് മടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഈവനിങ് ഒരു ചായ എനിക്ക് മസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ പോലെ. Wheat white meat flour or wheat flour
ഓട്സ്, ബാർലി, യെല്ലോ കോൺ ഫ്ലോർ, വൈറ്റ് കോൺ ഫ്ലോർ, കോൺ ഓയിൽ, പാം, ഒലീവ് ഓയിൽ, കോൺ, സൺഫ്ലവർ, സെസമേ, ഫെനൽ, അനീസീഡ്, മഹലം, സെസമേ സീഡ് റസ്ക് ആണ്. സോൾട്ട്, ഈസ്റ്റ്, വിറ്റാമിൻസ് B1, B2, B6. ചീസിലൊക്കെ കൂടെ കഴിക്കാനൊക്കെ പറയുന്നത്. നമ്മുടെ ചീസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ബട്ടർ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ബട്ടർ പറ്റിയിട്ട് തേച്ച് കഴിച്ചു നോക്കാമേ. ചീസ്, ബട്ടർ ചീസ് വിത്ത് ബ്ലാക്ക് സീഡ് എന്നിട്ട് എഗ് സീഡ് റസ്ക്. സാധാരണ ഞാനാണ് ആദ്യം തിന്നത്. ഇപ്പൊ നീ ഇതേ കൂടെ പോയാൽ തിന്ന്. അത് അതിൻ്റെ ഇത് വായിക്കൊണ്ടിരുന്നത് ഡിസ്ക്രിപ്ഷൻ വായിക്കൊണ്ടിരുന്നത്. ഇതത്ര ഒരു അങ്ങനെയും കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മധുരമില്ല, പിന്നെ ഒരു വലിയ ഗീ നമ്മൾ കഴിക്കുന്ന കുറച്ച് ഹാർഡാണ്. ഇതിലിരിക്കുന്ന മോറോ ഫൈബർ, ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ ഇന്നെന്താ പരിപാടി? ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിൽ പോകണം, സാധനങ്ങളൊക്കെ തീർത്തിരിക്കണം. അപ്പം മാർക്കറ്റിൽ പോകണം. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്, താൽക്കാലിക ആശ്വാസം, ചായയും റസ്ക് കഴിച്ചു. നമുക്ക് പുട്ടും പഴം ഉണ്ടാക്കാം. പഴം ഇരിപ്പുണ്ട്. ഇനിയോ പഴം ചീത്തയായി പോകും. സാധാരണ മനുഷ്യൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതുകൊണ്ടല്ല നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. എന്നാൽ നമുക്ക് ഇത് തിരിച്ചു വെച്ചു. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല വിശക്കുമ്പത്തേനും. അല്ല, പിന്നെ ലഞ്ച് ഉണ്ടാക്കണം. ഇപ്പൊ സമയം 11:20, 11:20. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡേ വി ഹാവ് ഓൺലി 2 meals. ഒരു ബ്രഞ്ച് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു 11:30, 12 ഒക്കെ ആകുമ്പോൾ 11:30 ആകുമ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. ഫ്രൈഡേസ് നമ്മൾ എനിക്ക് ലേറ്റ് ആവും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ഒരു നേരത്താണ്. പിന്നെ ലഞ്ചിന്റെ ടൈം നമ്മൾ വീക്ക്ലി 6 days മോർണിംഗ് ഒരു 6:30 ആകുമ്പോൾ അലാം അടിക്കും. അപ്പോൾ എണീറ്റില്ലെങ്കിൽ ഒരു 6:30, 6:45 ആ സമയത്ത് എണീക്കണം. എന്നാലാണ് ഓഫീസിൽ പോലെ ഡ്യൂട്ടി കയറലൊക്കെ നടക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രൈഡേസ് നമ്മൾ യൂഷ്വലി ഒത്തിരി ലേറ്റ് ആയിട്ട് എണീക്കുക. 9-9:30. ഇന്ന് നമ്മൾ 9:30 ഒക്കെ ആയി എണീറ്റിപ്പോൾ. 9:30 പഠിക്കാൻ ആ കട്ടിലേൽ എണീറ്റ് കിടക്കുന്നത് ഡസ്റ്റിൻ കൗണ്ട്. അത് നമ്മളപ്പോൾ വിറ്റു എത്ര 4 മണിക്ക് 4:30 എണീറ്റ് കിടക്കാറില്ലേ, അത് പറഞ്ഞിട്ടല്ല. നമ്മൾ എണീറ്റ് വന്നത് 9:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഫ്രഷായി ചായ വെച്ചു കുടിക്കുന്നു. ഉണക്കമീൻ വറുത്തിട്ടുണ്ട്. ചമ്മന്തിയില്ല, ചോറ് ഇരിപ്പുണ്ട്. ചോറ് ഇന്നലെ മെയിനാണ് വിഷു ആയിരുന്നു. വിഷുവിന് ചോറ് മേടിച്ചു, നമ്മൾ വിഷു സദ്യ മേടിച്ചു. അപ്പം അതിൽ 2 സെറ്റ് മേടിച്ചതിൽ ഒരു സെറ്റ് പോലും നമ്മൾ ഫുള്ള് റൈസ് എടുത്തിട്ടില്ല. ഒരു സെറ്റിൻ്റെ ഒരു 3/4 അതിൻ്റെ ബാക്കി റൈസ് ഉണ്ട്. അപ്പോൾ അപ്പം ലഞ്ചിന് ചോറുണ്ട്, നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ഉണ്ട്. രാവിലെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. തുണി മടക്കാനുണ്ട്, തുണി അലക്കാനുണ്ട്, അടിച്ചു വാരാനുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളാണ് രാവിലെ. ഫ്രൈഡേ ദിവസം മടിയില്ല. സത്യമായിട്ട് എനിക്ക് ഇവിടെ കിടക്കാം, ഈ സോഫ കിടക്കുക, സിനിമ ഇടാം, അല്ലെങ്കിൽ സീരീസ് ഇടാം, കാണാം. ചെടികൾ നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം. ചെടികളൊക്കെ ഒന്ന് നല്ല പൊടിയാണ്. അപ്പം ഇലയിലൊക്കെ പൊടിയാവും. എല്ലാ ഫ്രൈഡേ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെച്ചാലും ചെടികളിലൊക്കെ പൊടിയാവും. നമ്മളിവിടെ വെച്ചേക്കുന്ന ഫോട്ടോ ഫ്രെയിംസ്, ചെടികൾ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നിറയെ പൊടിയാവും. അപ്പം അതൊക്കെ നമ്മളിന്ന് പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി ക്ലീൻ ചെയ്യും. പിന്നെ ബെഡ്ഷീറ്റ് കഴുകണം, ബെഡ്ഷീറ്റ് മാറ്റണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. കാർപ്പറ്റ്സൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. വാഷ് ബേസിനും മിററും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഫ്രൈഡേ മാത്രമേ ഇത്തിരി അധികം ടൈം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യാൻ, അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ടൈം കിട്ടത്തുള്ളൂ.
ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ എന്തെങ്കിലും കുക്ക് ചെയ്യുക, കഴിക്കുക, നെക്സ്റ്റ് ഡേ ലഞ്ചിന് ചോറും കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും പ്രീ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അത്രയൊക്കെ തന്നെ ചെയ്യാനുള്ള ടൈമേ കിട്ടുള്ളൂ. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടാവും, അങ്ങനെയൊക്കെ. ഇവിടുത്തെ ഈ ഷൂറാക്ക് ഒന്ന് സൈഡ് മാറ്റി വെക്കാൻ കുറേ ദിവസമായിട്ട് കഴിയുന്നു. ഇന്നിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യല്ലേ, അതിനൊപ്പം അതൊന്നും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഹോളിലാണ് ഞങ്ങൾ മൂവി കാണുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതും അങ്ങനെയെല്ലാം. ഈ ബീൻ ബാഗിലിരുന്ന് സിനിമ കാണൽ ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങളിവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നുണ്ട്. ഒരു സ്നേക്ക് പ്ലാന്റ്, ഒരു റബ്ബർ പ്ലാന്റ്, സീസി പ്ലാന്റ്, ഇതിനെ മൂന്നിനെ മണ്ണിൽ വളർത്തുന്നു. പിന്നെ ഒരു മിനിയേച്ചർ വേർഷൻ ഓഫ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, ആൻഡ് മണി പ്ലാന്റ് ഉണ്ട്, ലക്കി ബാമ്പു ഉണ്ട്, അതൊക്കെ വെള്ളത്തിലും. ലാസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളൊരു 4 to 5 ഫോട്ടോ ഫ്രെയിംസ് സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടും അതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോസ്. അതൊക്കെയാണ് ഞാനിപ്പോൾ ഒന്ന് പൊടിയൊക്കെ തട്ടി മണി പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുകയാണ്. ക്ലീനിങ് ഒക്കെ ഹാഫ് ആയപ്പോഴത്തേനും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയായിരുന്നേ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഹാഫ് ആയിട്ടുണ്ട്. അതിനിടയിൽ മടുത്തു, നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിന് ചമ്മന്തി, അത് മൈന സ്പെഷ്യൽ ഞാൻ ക്ലീൻ ചെയ്ത മിക്സ് ചെയ്തിട്ട് ഒരു നാടൻ ചമ്മന്തി പോലെ ഉണക്കമീൻ ഫേവറേറ്റ്. പപ്പടം പാവയ്ക്ക അല്ല, അത് കപ്പളങ്ങ തോരൻ. ഇത് തൈര്. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച്. എന്നിട്ട് ബാക്കി ക്ലീനിങ് ഇനിയും ഉണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചോറൊക്കെ ചൂടാക്കി, കറിയൊക്കെ ചൂടാക്കി, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമ്മളിനി കഴിച്ചിട്ട് വീട്ടിൽ വെച്ചാൽ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി. ഇപ്പോൾ ടൈം ഈസ് 2:50. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ച് ബാക്കി ക്ലീനിങ്ങും കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാം. എനിക്കൊരു ഉണക്കമീൻ തോന്നുന്നു. പുറത്ത് നമ്മുടെ ബിൽഡിങ്ങിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. നല്ല ഒച്ചയുണ്ടാവും. ഡ്രില്ലിയാണോ? അതിൻ്റെ നല്ല ഒച്ച കേൾക്കാനുണ്ട്. ഇപ്പം നിന്നു പിന്നെ സ്റ്റാർട്ട്.
ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കലാണ്. അത്ര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്, ഇപ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇനിയിപ്പോൾ ബെഡ്റൂംസൊക്കെ ഒന്ന് അടിച്ച് വാരി ബെഡ്ഷീറ്റ്സൊക്കെ മാറി കഴുകാനിടണം. അതിനിടയിൽ അലക്കി ഉണക്കിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണം. ഞങ്ങളിവിടെ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഒരു ബെഡ്റൂമിൽ താമസിക്കാൻ തൽക്കാലം ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു ഗോഡൗൺ പോലെയാണ്. തുണി ഉണക്കാനിടുക, ഉണങ്ങിയ തുണി ഡംപ് ചെയ്യുക, ലഗേജും ബാഗേജും ഒക്കെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ അധികമുള്ളതും തൽക്കാലം ഉപയോഗിക്കേണ്ടാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ റൂമിലാണ് വെക്കുക. ഫ്രൈഡേ ഡേ എൻഡായി, ഇനി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. വീടൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ടു. ഇനി തിരിച്ചു വന്നിട്ട് അത് വിരിക്കണം. ഞങ്ങളിപ്പോൾ ചെറിയ മാർക്കറ്റിലേക്ക് പോവാം. ഒക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങും. കുറച്ച് പരിപാടികൾ. പകലിറങ്ങാൻ കുറച്ച് മടിയാകും, സന്ധ്യയായപ്പോൾ ഇറങ്ങാൻ നേരത്തെ. സോ വി ആർ ഗോയിങ് ഔട്ട്. സോ അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടൈം ബൈ. ഓക്കെ ബൈ.